മാനിഫെസ്റ്റേഷൻ പ്രാവർത്തികമാക്കുന്നതിനുള്ള 10 സ്റ്റെപ്പുകളിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് രണ്ടാം ഘട്ടമാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫിസിക്കൽ ഡീക്ലട്ടറിംഗ് ആണ് പ്രാവർത്തികമാക്കിയത്. ഇന്ന് ഇമോഷണൽ ഡീക്ലട്ടറിംഗ് ആണ്. ദിവസവും നമ്മുടെ മനസ്സിലൂടെ ഏതാണ്ട് 6000-ലധികം ചിന്തകൾ കടന്നുപോകുന്നുവെന്നാണ് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പഠനത്തിൽ കണ്ടെത്തിയത്. ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ബ്രെയിനിൽ ചിന്തകളുടെ വലിയ ക്ലട്ടർ, അലങ്കോലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ശരിയായ നിയന്ത്രണം നമുക്കില്ലെങ്കിൽ ഫോക്കസ്ഡ് ആയ പ്രവർത്തനത്തിലൂടെ മാനിഫെസ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇമോഷണൽ ഡീക്ലട്ടറിംഗ് മാനിഫെസ്റ്റേഷൻ പ്രാവർത്തികമാക്കുന്നതിന് ഒരു വലിയ ഘടകമാണ്. നമ്മൾ പൊതുവെ ഓട്ടോ പൈലറ്റ് മോഡിലാണ് ജീവിക്കുന്നതെന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലോ പാസ്റ്റിൽ നടന്നുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യാകുലതയിലോ ഒക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും ജീവിക്കുന്നത്. പ്രസന്റിൽ ശ്രദ്ധയൂന്നി ജീവിക്കുന്നത് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. ഇതിനാണ് ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറയുന്നത്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന രീതി. ഇതിന് മാറ്റം വരുത്തുന്നതിന് സൈക്കോളജിയിൽ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് മൈൻഡ്ഫുൾനെസ്. ഫ്യൂച്ചറിനെ കുറിച്ചും പാസ്റ്റിനെ കുറിച്ചുമുള്ള ചിന്തകളുടെ അളവ് കുറച്ചുകൊണ്ട് പ്രസന്റിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്ന രീതിയാണ് മൈൻഡ്ഫുൾനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് പലപ്പോഴും ADHD പോലെയുള്ള പല രോഗങ്ങളുടെ ചികിത്സാ രീതിയായിട്ട് കൂടെ സൈക്കോളജിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ നിന്നുള്ള ചില എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിന്റെ ചിന്തകളുടെ എണ്ണം, ക്ലട്ടർ കുറയ്ക്കുന്നതിന് സാധിക്കും. അതിൽ ആദ്യത്തേതാണ് മൈൻഡ്ഫുൾ ജേർണലിംഗ്. നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇമോഷൻസിനെ കൃത്യമായി വിശകലനം ചെയ്ത് നിങ്ങൾ തന്നെ അതെന്താണെന്ന് എഴുതി വെക്കുന്ന രീതിയാണ് മൈൻഡ്ഫുൾ ജേർണലിംഗ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുക, എനിക്കിപ്പോൾ എന്ത് വികാരമാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്? അതിന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന മറുപടി നിങ്ങളുടെ ജേർണൽ ബുക്കിൽ എഴുതുക. മിക്കവാറും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഇമോഷണൽ ഇന്റൻസിറ്റി വലിയ രീതിയിൽ കുറയുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. രണ്ടാമത്തേത് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറാപ്പി. ഇത് സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇതിനകത്ത് നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പല മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഓഫീസിൽ പോകാനായി തയ്യാറായി ഇറങ്ങി വരുന്നു എന്ന് കരുതുക. നിങ്ങളുടെ വണ്ടി പഞ്ചറായിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ദേഷ്യം തോന്നും. നിങ്ങൾ വെർബലി ആർട്ടിക്കുലേറ്റ് ചെയ്യും. നാശം പിടിക്കാൻ എന്നൊക്കെയുള്ള പദങ്ങൾ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. നിങ്ങൾ സ്ട്രെസ്സിൽ നിന്ന് സ്ട്രെസ്സിലേക്ക് ഒരു ലൂപ്പ് പോലെ പോയിക്കൊണ്ടേയിരിക്കും. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആങ്സൈറ്റിയാണ് ഇപ്പോൾ നിങ്ങളെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് മെത്തേഡിൽ ആദ്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ വികാരം എന്താണോ അതിനെ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പെട്ടെന്നുണ്ടായ വികാരം ദേഷ്യമാണ്. ആ ദേഷ്യത്തെ അക്നോളജ് ചെയ്യുക. എനിക്കിപ്പോൾ ദേഷ്യമുണ്ടായി. മോശമായ പദങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക, ഇത് സംഭവിച്ചതിന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും നല്ല ഉദ്ദേശം ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഇമോഷണൽ ഓവർവെമിംഗിലേക്ക് നിങ്ങളുടെ ബ്രെയിനിനെ വിടാതെ നിങ്ങൾ പരിശീലിപ്പിച്ചെടുക്കുന്നതോടുകൂടി നിങ്ങളുടെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായി മാറും. ക്രമേണ ഇമോഷൻസിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവും. നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകും, വിഷമമുണ്ടാകും, സ്ട്രെസ് ഉണ്ടാകും, പലതും ഉണ്ടാകും. പക്ഷേ അതിനെ സാക്ഷിഭാവത്തിൽ ഒബ്സർവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി പറയാൻ പോകുന്നത് മൈൻഡ്ഫുൾനെസ് അടിസ്ഥാനമാക്കിയുള്ള സ്ട്രെസ് റിഡക്ഷൻ മെത്തേഡ്സ് ആണ്. വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള മനസ്സുമായി മാനിഫെസ്റ്റേഷൻ സാധിക്കില്ല. കോൺഷ്യസ് കമാൻഡ് ടെക്നിക് എന്നൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നിയന്ത്രണാതീതമായി നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു വരുമ്പോൾ ശക്തമായ ഭാഷയിൽ മനസ്സുകൊണ്ട് സ്വയം കമാൻഡ് ചെയ്യുക. ഇത്തരത്തിൽ നിർദ്ദേശം നൽകുന്നതിന് വേണമെങ്കിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കീവേഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, പീസ് ഓഫ് മൈൻഡ്, അബണ്ടൻസ് തുടങ്ങിയ കീവേഡ്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ മനസ്സ് സ്ട്രെസ്സിലേക്ക് വീണു പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ പെട്ടെന്ന് ശക്തമായ ഭാഷയിൽ കീവേഡ്സ് പറയുക. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. ഇത് പറയുന്നതോടുകൂടി പലപ്പോഴും ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറുകയും ആ സ്ട്രെസ്സിലേക്ക് ഫോക്കസ് ചെയ്തിരുന്ന നിങ്ങളുടെ ബ്രെയിൻ ആ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങൾ ഈ പറഞ്ഞ കീവേഡ്സിലേക്ക് മാറിപ്പോവുകയും ചെയ്യും. മൈൻഡ്ഫുൾനെസ് അടിസ്ഥാനമാക്കിയുള്ള സ്ട്രെസ് റിഡക്ഷനിലെ മറ്റൊരു ലളിതമായ മാർഗമാണ് മെഡിറ്റേഷൻ. ബ്രീത്തിങ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും റിലാക്സ് ചെയ്യുന്ന ഒരു രീതിയാണ് മെഡിറ്റേഷൻ. നിങ്ങളുടെ ഇമോഷനുകളുടെ പുറത്ത് നിയന്ത്രണം കൊണ്ടുവരുന്നതിനും ചെയ്യുന്ന ജോലിയിൽ ഫോക്കസ് കൂട്ടുന്നതിനുമൊക്കെ മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ മെത്തേഡാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇതിനായി നിങ്ങൾ വളരെ സ്വസ്ഥതയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ഇന്നലത്തെ ഡീക്ലട്ടറിംഗ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വൃത്തിയാക്കിയെടുത്ത നിങ്ങളുടെ ഓഫീസ് സ്പേസോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയോ ഏത് ഏരിയ വേണമെങ്കിലും ഇതിനായി തിരഞ്ഞെടുക്കാം. അവിടെ സ്വസ്ഥമായി ഇരുന്ന ശേഷം ശ്വാസം വളരെ ഡീപ്പായി ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ഡീപ്പ് ഇൻഹലേഷൻ. അല്പനേരം ബ്രീത്ത് ഹോൾഡ് ചെയ്ത ശേഷം വളരെ സാവധാനം ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിടുക. ലോങ് എക്സ്ഹലേഷൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രീത്തിങ് മെത്തേഡ്. ഡീപ്പ് ഇൻഹലേഷൻ, ബ്രെത്ത് ഹോൾഡിംഗ്, ലോങ് എക്സ്ഹലേഷൻ. എന്നാൽ ഓരോ തവണ ഇത് ചെയ്യുമ്പോഴും കൃത്യമായി ശ്വാസം പോകുന്നതും നിങ്ങളുടെ ഹൃദയമിടിപ്പ്, നിങ്ങളുടെ ശരീരത്തിനകത്ത് ശ്വാസം പ്രവേശിക്കുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കുക. അതായത് മൈൻഡ്ഫുള്ളായി വേണം ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടത്. ഇങ്ങനെ ക്രമമായി ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക.
നിങ്ങളുടെ നെറ്റി റിലാക്സ് ചെയ്യുക, നിങ്ങളുടെ കവിളുകൾ റിലാക്സ് ചെയ്യുക, നിങ്ങളുടെ ഷോൾഡേഴ്സ്, നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ ചെസ്റ്റ്, നിങ്ങളുടെ വയറ്, നിങ്ങളുടെ കാലുകൾ, ഇങ്ങനെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളായി മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് റിലാക്സ് ചെയ്യുക. ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് അനിയന്ത്രിതമായി ചിന്തകൾ കടന്നു വരുന്നുണ്ടാവാം. ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. ചിന്തകളെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. എന്ത് ചിന്തയാണ് കടന്നു വരുന്നത് എന്ന് ശ്രദ്ധിക്കുക. ആ ചിന്തയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇമോഷൻ ഉണ്ടാകാം. ആ ഇമോഷനെയും ശ്രദ്ധിക്കുക. ചിലപ്പോൾ ദേഷ്യം വരാം, സങ്കടം വരാം, സന്തോഷം വരാം. ഓരോ ഇമോഷനെയും പേര് പറഞ്ഞ് അക്നോളജ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, നിങ്ങൾ ചിന്തകളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നതോടെ, വരുന്ന ചിന്തകളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതോടെ പലപ്പോഴും ചിന്തകൾ ബ്ലാക്ക് ഔട്ടായി പോകുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏകാഗ്രത കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ അയാളുടെ മാനിഫെസ്റ്റേഷനുകൾ യാഥാർത്ഥ്യമാക്കാനും അയാൾക്ക് സാധിക്കും. ഇന്ന് നമ്മൾ പഠിച്ച ഈ ടെക്നിക്സ് മുഴുവൻ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓവറോൾ ലൈഫിന്റെ ക്വാളിറ്റി കൂട്ടാൻ ഈ മാർഗങ്ങൾ സഹായിക്കും. ഇന്നത്തെ മാനിഫെസ്റ്റേഷന്റെ സ്റ്റെപ്പുകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടാമത്തെ മാനിഫെസ്റ്റേഷൻ ആരംഭിക്കാം. വളരെ വേഗമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം നടക്കണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഇന്നലെ നമ്മൾ ചെയ്തത്. ഇന്ന് അത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയി ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതായത് ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് കൃത്യത ഉണ്ടാവണം. ഉദാഹരണത്തിന്, ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കാർ ഇന്നെനിക്ക് കാണാൻ കഴിയണം എന്ന് മാനിഫെസ്റ്റ് ചെയ്തതിന് പകരം, ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ന കമ്പനിയുടെ ഇന്ന വേരിയന്റ് കാർ, അതിന്റെ കളർ ഉൾപ്പെടെ എനിക്കിന്ന് കാണാൻ കഴിയണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള മാനിഫെസ്റ്റേഷനാണ്. നിങ്ങൾ കോൺഷ്യസ്ലി അതിനുവേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ബ്രെയിൻ അത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ചു തരും.